ഇന്നത്തെ സുഗമോദേവിയിലെ പ്രമോയില് ശാരികയും അമ്മയും കൂടെ സാധനങ്ങൾ മേടിക്കാൻ പുറത്തേക്ക് വന്നിരിക്കുക കേട്ടോ. ഈ സമയം മാധവൻ ഒരു കടയിൽ നിൽക്കുകയാണ്. പെട്ടെന്ന് തന്നെ രാധിക മാധവനെ കാണുന്നുണ്ടേ. മാധവൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് പുറംതിരിഞ്ഞ് ഓടുകയാണ്. പക്ഷേ രാധികയെ മാധവൻ കാണുകയാണ് കേട്ടോ. രാധികയെന്ന് വിളിച്ച് പുറകെ ഓടുന്നുണ്ട്. പക്ഷേ എങ്ങനെയൊക്കെ രക്ഷപ്പെട്ട് ശാരികയുമായിട്ട് ശാരികയുടെ അമ്മയും വീട്ടിലേക്ക് പോവുകയാണ്. മാധവന് മനസ്സിലായി അവരിവിടെ എവിടെയോ താമസമെന്ന്. മാധവനെല്ലാം അന്വേഷിച്ച് നടപ്പുണ്ട്. പിന്നീട് കാണിക്കുന്ന ഹോസ്പിറ്റലിൽ രജനി എത്തിയിരിക്കുകയാണ്. പ്രഭാവതിയോട് പറയുന്നുണ്ട്, അമ്മ വീട്ടിലേക്ക് പൊക്കോളൂ, ഇനി ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്ന്. പക്ഷേ പ്രഭാവതി പറയുന്നുണ്ട്, ദേവികയെ ഇനി പറഞ്ഞു വിട്ടേക്കാം, ഇനി ദേവികയുടെ ആവശ്യം ഇവിടെ ഇല്ലല്ലോ എന്ന്. പക്ഷേ രജനി അതിനൊന്നും സമ്മതിക്കുന്നില്ല കേട്ടോ. നമുക്ക് ആവശ്യമില്ലെങ്കിലും അച്ഛന് ദേവികയെ ആവശ്യമുണ്ടെന്ന് പറയുകയാണ്. പിന്നീട് ശാരികയും അമ്മയും കൂടെ അച്ഛനെ കണ്ട കാര്യം വിളിച്ച് ദേവികയെ അറിയിക്കുന്നുണ്ട് കേട്ടോ. ദേവിക അതിനോട് വഴിയൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് പ്രഭാവതി പറയുകയാണ് ഹോസ്പിറ്റലിൽ വെച്ച്, എന്നെ ആരും തോൽപ്പിച്ചെന്ന് കരുതണ്ടെന്ന് പറഞ്ഞ് കുറേ വഴക്കും ദേഷ്യപ്പെട്ടിട്ട് അങ്ങ് പോവുകയാണ്. അങ്ങനെ വൈകുന്നേരം ആകുമ്പോൾ മാധവൻ തിരിച്ച് ഭാർഗവിയുടെ വീട്ടിലെത്തുന്നുണ്ട്. ഭാർഗവിക്കൊന്നും ഇഷ്ടപ്പെടുന്നില്ല കേട്ടോ. ഭാർഗവി വളരെ ദേഷ്യപ്പെട്ട് ഇറക്കി വിടാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഭാർഗവി ദേഷ്യപ്പെട്ട് മാധവൻ ഇരിക്കുകയാണ്.